നമസ്കാരം. മറ്റൊരു വാർത്തയുമായിട്ടാണ് ഞാനിപ്പോൾ എത്തുന്നത്. നമ്മളിപ്പം താരസംഘടന അമ്മയുടെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് പ്രഷർ റൂമിലേക്ക് പെട്ടെന്ന് ബ്രേക്കിംഗ് പോലെ എത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. നേരത്തെ നമ്മൾ ലാലേട്ടൻ വിജയിച്ചു, ഉണ്ണിമൂന്നൻ വിജയിച്ചു. പിന്നീട് നടന്ന മത്സരങ്ങളാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള കടുത്ത മത്സരം നടന്നിരുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് 3 പേരായിരുന്നു. ഒന്ന് ജഗദീഷ്, അതോടൊപ്പം തന്നെ മഞ്ജു പിള്ള, അതോടൊപ്പം തന്നെ ചേർത്തല ജയൻ. അവിടെയാണ് ഇപ്പോൾ ആകെ ഒരു തിരിമുര നടന്നിരിക്കുന്നത്. ചേർത്തല ജയൻ വിജയിച്ചിരിക്കുന്നു, അവിടെ മഞ്ജു പിള്ള പരാജയപ്പെട്ടിരിക്കുന്നു. ചേർത്തല ജയൻ വിജയിക്കുകയും മഞ്ജു പിള്ള പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ മഞ്ജു പിള്ള പരാജയപ്പെടുമ്പോൾ ചേർത്തല ജയനും ജഗദീഷും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ്. അതോടൊപ്പം തന്നെ മത്സരം നടന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ്. എന്നാൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വലിയ മത്സരം നടക്കാതെ തന്നെ സിദ്ദിഖ് വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ മത്സരമുണ്ടെങ്കിലും വലിയ ടൈറ്റില്ലാതെ ബാബുരാജും വിജയിച്ചു. ഇനി ഇവിടെയുള്ള ഏറ്റവും വലിയ കൺഫ്യൂഷനാണ് ഞാൻ പ്രേക്ഷകർ മുമ്പിലേക്ക് സിനിമയായിട്ട് ബന്ധപ്പെട്ടവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എക്സിക്യൂട്ടീവ് മെമ്പർമാർ 12 പേര് മത്സരിക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ദിവസം 3 വനിതകളുണ്ട്. ആ വനിതകൾ അൻസിബയും അതോടൊപ്പം തന്നെ സരയും അനന്യയുമാണ്. അവർ 3 പേരും ജയിച്ചതായിട്ട് നമുക്ക് പറയാം. അവിടെയും തീരുന്നില്ല. 11 പേര് ജയിക്കുന്ന സ്ഥലത്ത് 12 പേരാണ് മത്സരം. അതിലൊരാൾ എന്തായാലും പുറത്തു പോകും. ടൈറ്റ് മത്സരം നടക്കുന്നു. മത്സരം തീർന്നില്ല. ഇവിടെ ഇപ്പോൾ പറയാനുള്ള കാരണം വിജയിച്ച ജയൻ ചേർത്തലയുടെ കാര്യം നമ്മൾ എടുത്തു പറയണം. മറ്റൊരു പാനലില്ലെങ്കിലും മറ്റൊരു പോരാളിയായിട്ട് നിന്ന് ജയൻ ചേർത്തല വിജയിച്ചിരിക്കുന്നു. ഇനിയുള്ള കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം 4 വനിതാ മെമ്പർമാർ അമ്മയ്ക്ക് വേണമെന്നാണ് ബൈലയുള്ളത്. 4 വനിതാ മെമ്പർമാരുണ്ടെങ്കിലുള്ളൂ കമ്മിറ്റി നിലനിൽക്കുന്നു. അപ്പോൾ വൈസ് പ്രസിഡന്റുമാരായി മത്സരിച്ച മഞ്ജു പിള്ളയും അതോടൊപ്പം തന്നെ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തിന് കുക്കു പരമേശ്വരൻ തോറ്റു. അപ്പോൾ 2 വനിതകൾ പുറത്തായി. ഇനി 3 വനിതകളെ അകത്ത് വരുള്ളൂ. ഇനി ആ വനിതകൾ ഇന്ന് കമ്മിറ്റി നിലനിൽക്കണമെങ്കിൽ കമ്മിറ്റി എന്ന് വന്നെങ്കിലും അടിയന്തരമായി എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് ഒരു വനിതയെ ഇതിൽ ഉൾപ്പെടുത്തേണ്ട നിലയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രഷർ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ ഇത് ടൈറ്റായ ഒരു മത്സരത്തിൽ ജയൻ ചേർത്തല വിജയിച്ചിട്ടുണ്ട്. അവിടെ പരാജയപ്പെട്ടത് മഞ്ജു പിള്ളയാണ്. കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന മഞ്ജു പിള്ള പരാജയപ്പെട്ടിരിക്കുന്നു. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. PTE ഇനി റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, the best language academy in Kerala.